ഇന്നൊരു ചെറുപരിപ്പും ചവ്വരിയും കൊണ്ട് നല്ല ഒരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചെറുപരിപ്പ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ ഇന്നൊരു പ്രത്യേക ഒരു ദിവസമാണ്, നല്ല ഒരു വിശേഷ ദിവസമാണ്. വിശേഷ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് 1000 സബ്സ്ക്രൈബ് ആയതിൻ്റെ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്തിരി പായസം ചെയ്ത് അതിൻ്റെ റെസിപ്പി ഇടാമെന്ന് ഇങ്ങനെ വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങളെല്ലാ കൂട്ടുകാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്തതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്തതിന് വേണ്ടി ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ മൂത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ കഴുകിയെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പരിപ്പെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിൽ നല്ല അടുപ്പിച്ച് നമുക്ക് എടുക്കാം. എന്നിട്ട് വേവട്ടെ. ഇപ്പോൾ ചവ്വരി നമ്മൾ നേരത്തെ വെള്ളത്തിൻ്റെ അകത്ത് ചൂട് വെള്ളത്തിൻ്റെ അകത്ത് ഇട്ട് വെച്ചിരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വേഗം, അല്ലെങ്കിൽ പിന്നെ താമസിടുമ്പോഴത്തേക്ക് വേവാൻ ഭയങ്കര താമസമാണ്. അപ്പോൾ നമ്മുടെ ചവ്വരി ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇല്ല, അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ വറുത്തെടുക്കാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പും കൂടെ നല്ല കണക്ക് വറുത്തെടുക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ശർക്കര പാനി അരിച്ചൊഴിച്ച് കൊടുക്കാം. ഇതൊരു 250 ശർക്കര എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പ് നല്ല കണക്ക് വെന്തിട്ടുണ്ട്. അതും കൂടെ ഈ ശർക്കര പാനിക്കകത്ത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് പശുമ്പാൽ ഒഴിച്ച് കൊടുക്കാം. പശുമ്പാൽ ഒഴിച്ചിട്ട് ഒരു തിളയ്ക്കണം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുപ്പ് ഓഫ് ചെയ്ത് ഈ തേങ്ങാപ്പാലിനകത്ത് 2-3 ഏലക്കയും കൂടെ അരച്ചെടുത്ത തേങ്ങാപ്പാലാണ്. അപ്പോൾ അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. അടുപ്പ് ഓഫ് ചെയ്തിട്ട് വേണം തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപരിപ്പും ചവ്വരിയും കൊണ്ടുള്ള നല്ല അടിപൊളി ഒരു പായസം തയ്യാറായിട്ടുണ്ട്. ഇത് ഒരു ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ആ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി രുചിയാണ്. നിങ്ങളെല്ലാവരും ഈ പായസം ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.